അങ്ങനെ ഞങ്ങളുടെ അടുത്ത എപ്പിസോഡ് തുടങ്ങുകയാണ്. നേരത്തെ നടന്നുകൊണ്ടിരുന്ന ചർച്ചയുടെ ബാക്കി തുടരുകയാണ്. പിന്നെ കവികളും സാഹിത്യകാരന്മാരും അതുപോലുള്ള ഗാനരചയിതാക്കളും ഒക്കെ സ്ത്രീകളെ വർണ്ണിച്ചുകൊണ്ട്, മനസ്സിലായില്ലേ, ഇങ്ങനെ എഴുതുന്നത്. കാരണം ഇവരൊന്ന് വൈകാരികമായിട്ട് പെരുമാറാതിരിക്കാൻ വേണ്ടിയാണ്. എപ്പോഴും നമ്മളിൽ ഒരു ചെറിയൊരു പ്രിയം ബാലൻസ് കിടക്കട്ടെ. പക്ഷെ പ്രത്യേകിച്ചൊക്കെ നമ്മളൊരു മുസ്ലിം സൊസൈറ്റിയിൽ ഇസ്ലാമിക കൾച്ചറിൽ ജനിച്ചു വളർന്നവരാണ്. അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ മതം പറയുന്നത് വെച്ചാൽ നിങ്ങൾ സ്ത്രീകളോട് വളരെ ആദരവും വളരെ കരുതലും പ്രകടിപ്പിക്കാനാണ് പറയണത്. അതൊരു വർഗീയതയായിട്ട് പറയണല്ല, അതാണ് ഇതിന്റെ ആകെ തുക. അപ്പൊ നിങ്ങളെല്ലാം ഇതുകൊണ്ട് ഇതിലേക്ക് പാഠം ഉൾക്കൊള്ളുക, മനസ്സിലായില്ലേ. രാത്രി വീട്ടിൽ പോയിട്ട് എന്താണ് കഥ പറയാത്തത്, ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇത്രയും സമയമായില്ല എന്നൊന്നും ചോദിച്ചോളായില്ലേ കേട്ടാ. ആ പേര് പറഞ്ഞ് വിളിക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മൈമൂന ഇപ്പൊ പറഞ്ഞതിന് 100% നമ്മൾ ചോദിക്കുന്നുണ്ടോ? അതിന്റെ ഓപ്പോസിറ്റ് ആണ്. കഥ തുടങ്ങാൻ ഇടി കൊടുക്കേണ്ടത് ചിലവിന് നമ്മളോട് തിരുത്തിക്കണം. ആ ഒരു ധാരണ പാടില്ല. നമ്മൾ അടിമയല്ല സ്ത്രീകളെ, അത് പാടില്ല. നമ്മള് ബാധ്യതയാണ് നമ്മുടെ. എടേ നമ്മളെ വീട്ടിൽ ചെന്നിട്ട് ബെല്ലടിച്ചിട്ട് നമ്മളെന്തൊരു കാവ് കയറണം, അവിടെ കാലില്ല. അങ്ങനെയുള്ള ധാരണ പാടില്ല. അപ്പൊ നമ്മൾ വരും, നമ്മൾ ഇത്ര മണിയായിരുന്നാലും വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കണ ഭാര്യയാണ് സ്നേഹമുള്ള ഭാര്യ. അല്ലാതെ അവളെ മൂലമൊടി കിടന്ന് ഉറങ്ങണമെന്നുള്ള ഭാര്യയൊന്നും അംഗീകരിക്കാനൊന്നും പറ്റില്ല. തോന്നലാണ്. അതൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ വീരവാദം പറയാന്നുള്ളതേ ഉള്ളൂ. എത്രയോ ഒരു റോഡിൽ വീരവാദം മുടക്കണം. 99.99% ആൾക്കാരും ഭാര്യമാരെ കാണുമ്പോ കുനിഞ്ഞിരിക്കും. പേടിച്ച് ഭയങ്കര ഡയലോഗ്. ഞാൻ ചവിട്ട് കൊടുക്കും, ഞാൻ ഇടി കൊടുക്കുമെന്ന്. വീട്ടിൽ പോയാലും ചീല മൂടിയാണ്, ഒറ്റ അക്ഷരം മിണ്ടൂല. അവരെ എപ്പോഴും ആദരിക്കുക, ബഹുമാനിക്കുക, സ്നേഹിക്കുക. അപ്പൊ നീ പറയണത് രാത്രി പോകുമ്പോ ഒരു ആരോ മാച്ചിട്ട് പോകണ്ടായിരുന്നു. അങ്ങനെയല്ല, ആരോ ഇട്ടിട്ട് എന്റെ അടിയെന്ന് പറഞ്ഞിട്ട് ഒരു മുത്തം വൈകാരികമായിട്ട് കുടുംബത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള പറച്ചിലാണ് ഈ പറയുന്നത്. ശ്രമങ്ങൾ പാഴുമ്പോ എന്ത് ചെയ്യും? എല്ലായിടത്തും നമ്മൾ ഈ വൈകാരികത ഉണ്ടായിരിക്കാനുള്ള ശ്രമങ്ങൾ അങ്ങനെ ആയിപ്പോയി. നിങ്ങളൊക്കെ എന്ന് പറയുമ്പോ മീൻസ് നമ്മള് 4 വരെ ഉദ്ദേശിച്ചല്ല പറയണത്. ആദ്യമേ അങ്ങനെ ആക്കി കളഞ്ഞു. അതുകൊണ്ട് നീ പറയണ കാര്യം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ താഴ്മയായിട്ട് താഴ്ന്ന് നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാൻ ശ്രമിക്കുമ്പോ അതല്ല ശ്രമിക്കുമ്പോൾ നമ്മൾ എന്താണ് അതിനെ നമ്മൾ ശരിയാവില്ല. ഈ പറഞ്ഞ പോലെ എത്ര 40. എന്തായാലും ഇത് കാണുന്ന ജനങ്ങൾക്ക് അവർക്കും ഇതൊരു പാഠമാണ് കേട്ടാ. വേദക നിങ്ങൾ പറഞ്ഞ ക്ലാസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് അത് ഗുണം ചെയ്യും. ഇദ്ദേഹം പറഞ്ഞില്ലേ കുളിച്ചേർത്ത് ഇടി കൊടുക്കണമെന്ന്, അത് ഒരുപാട് ആൾക്കാർക്ക് അത് നിങ്ങൾ പറയുന്ന ക്ലാസ് മതപരമായിട്ടും സാമൂഹ്യ സാംസ്കാരികപരമായിട്ടും അത് യാഥാർത്ഥ്യമാണ്. ഞാൻ അങ്ങനെയാണ്. അത് ഞാൻ പ്രത്യേകിച്ച് സ്ത്രീകളോട് ഭയങ്കരമായ ആദരവും ബഹുമാനവും സ്നേഹവും പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും അങ്ങനെ തന്നെ. പിന്നെ ഈ പറയും പോലെ കൂടെ ഒക്കെ കലിപ്പ് കാണിക്കേണ്ടി വരും. അങ്ങനെയൊന്നും വരൂലേ, കുടുംബജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ ഓക്കെ. അതെ, അവര് നമ്മളെ മനസ്സിലാക്കി, നമ്മൾ അവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊന്നും വരൂല. അതെ, ദിവസവും പത്രം എടുത്ത് നീ പത്രം വായിക്കണമാണ്. ദിവസവും പത്രം എടുത്ത് ഉണ്ട്. ഭാര്യയെ വെട്ടി കൊന്ന് അവൻ ജയിലിൽ പോയി, ഭാര്യയെ വെട്ടി കൊന്നിട്ട് ഒളിച്ചോടി, ഭാര്യയെ വെട്ടി കൊന്നിട്ട് അങ്ങ് പോയി. ഇതൊക്കെ എന്തുണ്ട്? വായ ശരിയല്ല, സംസാരം. അവൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ശരിയാക്കി എടുക്കാം. ഒരിക്കലും നടക്കാതെ വരുമ്പോഴാണ് ഈ കടുങ്കൈ ചെയ്യണം. നീ ആദ്യം അത് മനസ്സിലാക്കി. ചുമ്മാ ഒരു ഉണപ്പ ന്യായം പറയല്ലേ. അപ്പൊ ഇവര് തമ്മില് കണ്ട അവൻ അംഗീകരിക്കൂല. അവൻ ഒറ്റ പോയിന്റ്
ഇവര് തമ്മിൽ ഇനി പ്രശ്നമാവും. ഇവനെന്തോ പ്രശ്നമുണ്ട് കേട്ടോ. അല്ല പുള്ളിക്കാരന് വൈഫുമായിട്ട് വളരെ സ്നേഹമുള്ളവരാണ്. എങ്കിലും ഈ പത്രമൊക്കെ വായിക്കുന്ന ഒരു അടിസ്ഥാനത്തിലാണ് പുള്ളിക്കിനെയൊക്കെ അഹങ്കാരം വന്നു. എന്തെന്നറിയാം, മോനും പെണ്ണ് കെട്ടി മോളെ കെട്ടിച്ചു കൊടുത്ത് ഇവനിനി ഒരു പാരാത്ത പ്രശ്നമൊന്നുമില്ല, ഇനി അവളെ കടി എന്നൊക്കെയുള്ള എന്തോ ഒരു അഹങ്കാരം വന്നു. ഇത് വെച്ച് പെരുമാറുമ്പം ഇത്രയും കാലം എന്റെ ഭർത്താവാണ് കാണപ്പെട്ട കൺകണ്ട ദൈവമാണെന്നൊക്കെ പറഞ്ഞ് നോക്കിയോളെ സ്വഭാവം അങ്ങ് മാറും. ഇവന് ഈ അഹങ്കാരം വന്നു കേട്ടോ. മാറ്റമാണ് ഈ ഡയലോഗുകൾ. അത് ദോഷം ചെയ്യും എന്റെ പൊന്ന് സഹോദര. അവളെ നല്ല ആദരിച്ച് പറ്റൂലേ. രാവിലെ കഴിച്ച് കണ്ണോട്ട് കാല് വെച്ച്. നീ നിന്റെ അഭിപ്രായം പറഞ്ഞല്ലോടാ പെണ്ണുങ്ങളെ കുറിച്ച്? എന്റെ അഭിപ്രായം മികാതെ പറഞ്ഞ് 100% ഞാൻ യോജിക്കുന്നു. ആരും മേധാക്കെ പറഞ്ഞ അങ്ങനെയാണ്. ഞാൻ അത്രത്തോളം ക്ഷമിച്ച് ജീവിച്ച ഒരാളാണ്. എന്നിട്ടിപ്പോ നിന്റെ അവസ്ഥ എന്താണ്? ഇല്ല, അവസ്ഥ എന്താ പറഞ്ഞാൽ ഓടിച്ചോളാണ്. ഓടിക്കാനേ പറ്റും, വേറെ ചെയ്യാനില്ല. കാരണം അവനെ സംബന്ധിച്ചോളം നെല്ലിപ്പലൊക്കെ കണ്ട് നിൽക്കുകയാണ്. നെല്ലിപ്പല കണ്ട് നിൽക്കുന്ന ഒരുത്തൻ്റെ നമ്മൾ ഉപദേശം കൊടുക്കാണ്ട് അല്ലെങ്കിൽ അവനെ വേറെ ഒന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അവന്റെ മനസ്സിൽ ഇപ്പൊ എന്താണ് തോന്നുന്നത് അവൻ അത് ചെയ്തേ പറ്റൂ. കാരണം അത്രത്തോളം ത്യാഗം അനുഭവിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഈ 3 പിള്ളേരെയൊക്കെ വളർത്തി പഠിപ്പിച്ച് ഇത്രയും നേരെയൊക്കെ ആക്കിയിട്ട് ഈ 3 പിള്ളേരിൽ യാവനെങ്കിലും ഒരുത്തം കൊഞ്ഞാട്ടായിട്ടുണ്ടോ? നൗഷാദിന്റെ 3 മക്കളെ മൂത്തവനല്ലേ നൗഫല്? അവൻ ഇപ്പൊ എന്ത് ചെയ്യണ്? സയന്റിസ്റ്റ്. DRDO രണ്ടാമത്തെ ദുബൈ. രണ്ടാമത്തെ ദുബൈയിലാണല്ലേ? ഓക്കെ. അതുകൊണ്ട് മൂന്നാമത്തവൻ ബിസിനസ്. അത് പിന്നെ 3 വരെയും നമ്മൾ സാധാരണ കുടുംബത്തിൽ 3 മക്കളുണ്ടാവും. സോർബാൻ വിചാരിച്ചാൽ ഭക്ഷണം കൊടുക്കാൻ ഒരു കുടുംബത്തിൽ 3 ഒരാളെങ്കിലും ഒരാളെങ്കിലും വഴി തെറ്റും. ഇത് 3 ഓക്കെയാണ്. അങ്ങനെ ഒരു കുടുംബം ശരിക്കും അപൂർവമാണ്. നിന്റെ കുടുംബത്തിന്റെ 3 ഇളയ മൂത്ത മക്കൾ 3 ഒരേപോലെയാണ്. നിവൃത്തി ഇല്ലെങ്കിൽ ചവിട്ടിയെടുത്ത് വെളിയിൽ എന്റെ പെണ്ടാട്ടി ഇപ്പോഴും പറയുന്നു തെറ്റിക്കോളാണെന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സൗകര്യം പ്രതാപം ഉണ്ടായിരുന്നെങ്കിൽ മച്ചാ ഞാൻ ഒരു വിവാഹം കൂടെ കഴിക്കാൻ പറയുമായിരുന്നു. അവൾ എന്റെ പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ കുടുംബകാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോട്ടിങ്ങിനെത്തി. ഇനി അടുത്തത് ബോട്ടിങ്ങാണ്. അതിനുവേണ്ടി ടിക്കറ്റ് എടുക്കണോ ഏരിയ ഒന്ന് നോക്കി പോവുകയാണ്. അവരൊക്കെ ഇവിടെ ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആർക്കും പുത്തിരിയൊന്നുമല്ല. എങ്കിലും യാർക്കാട് ചെന്നതല്ലേ, യാർക്കാട് ഒരു ബോട്ടിംഗ് നടത്തുക എന്ന് പറയുമ്പോൾ ബോട്ടിൽ കയറോ വേണ്ടതൊന്നും നിശ്ചയിച്ചില്ല. 50 രൂപയാണെങ്കിൽ കയറുന്നതാണ് കാക്ക പറയുന്നത്. ബാട്ടിക്കാരനെക്കാൾ നമുക്ക് ഹാർബറിൽ പോയിട്ട് എവിടാ ബോട്ടിന്റെ റിപ്പയറിങ്. ബോട്ടെന്താണ് ബോട്ടിൽ കയറാൻ വേണ്ടി ചവിട്ടി കയറാനുള്ള ഏരിയ. ബോട്ടിൽ കയറാൻ വേണ്ടി പോവുകയാണ്. നമ്മളെ വിളിച്ച് 43-ാം നമ്പറായിരുന്നു ടോക്കൺ. അങ്ങനെ വിളിച്ചു മറ്റേ നമ്മുടെ സേഫ്റ്റി ചെയ്തിടണ്ടേ? അടുത്ത വരും. അതിലല്ലേ നമ്മുടെ ബോട്ടിന് വരും. വിളിച്ച് കയറ്റി ഒരു ബോട്ടിന് 700 രൂപ അല്ലേ? 8 പേർക്ക് അതിൽ കയറാം. ഞങ്ങള് 4 പേരേ ഉള്ളൂ. അങ്ങനെ 2 പേര് ഇവരും കൂടെ വന്നു പറഞ്ഞു. അപ്പോൾ അവരെ കൂടെ കയറ്റാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ടിക്കറ്റ് ഞങ്ങൾക്കുള്ള ബോട്ട് വന്നു.
43 ആണ് നമ്പർ. എവിടെ ഊര്? ഊരെങ്ക തമിഴ്നാടാ അല്ലേ? ഊരെങ്ക കുംഭകോണം, തഞ്ചാവൂർ. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് യാത്ര ആരംഭിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് ഇതിന്റെ ബാക്കി കാണാം. എല്ലാവരും കാണണം, പ്രോത്സാഹിപ്പിക്കണം. ഊരെങ്ക നമ്മ ഊരിലെ ഒരു സിനിമയിലെ ഡയലോഗ് തെങ്കാശി.